പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന മനുഷ്യത്വം നിറഞ്ഞ ചാപ്റ്ററിലെ ചില പഠന പ്രവർത്തനങ്ങളാണ്, ആക്ടിവിറ്റീസുകളാണ്. എല്ലാവരും ഈ ഭാഗം നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അല്പാൽപമായി പഠിച്ചാൽ പരീക്ഷയാകുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. मेरे प्यारे बच्चों, ध्यान से देखिए. पहला प्रश्न, जानना शब्द की लेखक की व्याख्या से आप कहां तक सहमत है? ജാനിന എന്ന വാക്കിനിക്ക് ഇവിടെ നോക്കൂ, ജാനിന സിംഗിൾ മിനിറ്റ് കോമയിലാണ്. അപ്പൊ ജാനിന എടുത്തു പറയണം. ജാനിന എന്ന ശബ്ദ കി വാക്കിന്റെ ലേഖക കി വ്യാഖ്യാസെ, ലേഖകന്റെ വിശദീകരണത്തോട്, ജാനിന എന്ന വാക്കിന് ലേഖകൻ നൽകിയിട്ടുള്ള ആ വിശദീകരണത്തോട് ആപ്പ് താങ്കൾ കഹാം തക്ക് എത്രത്തോളം സഹ്മത് ഹെ, യോജിക്കുന്നു. ഉത്തരം, ലേഖക കാ കഹന, ലേഖകന്റെ അഭിപ്രായം. കഹനക്ക് പറയുക എന്ന അർത്ഥമുണ്ട്, അഭിപ്രായം എന്നും അർത്ഥമുണ്ട്. ലേഖകന്റെ അഭിപ്രായം സഹി ഹെ, ശരിയാകുന്നു. അക്സർ, മിക്കവാറും സമയങ്ങളിൽ, ഹം നമ്മൾ, ദൂസരോം കോ മറ്റുള്ളവരെ, ഉൻകെ നാം അവരുടെ പേര് വെച്ചും, പത അഡ്രസ് വെച്ചും, ഉമ്ര വയസ്സ്, ഒഹദെ പദവി, ജാതി ആദി കെ ദ്വാര മുതലായവ മുഖേന ജാൻതെ ഹെ, നമ്മൾ തിരിച്ചറിയാറുണ്ട്. പല സമയത്തും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ലേക്കിൻ പക്ഷേ അസൽ മേം, യഥാർത്ഥത്തിൽ, കിസിക്കോ ആരെയെങ്കിലും ജാനിനാ ഹേ തോ അറിയണം എങ്കിൽ, ഉസ്കെ ജീവൻ കെ അസലിയത്തുക്കോ അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ജാനിനാ ഹേ അറിയേണ്ടതുണ്ട്. സത്യത്തിൽ ഒരാളെ അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ യാഥാർത്ഥ്യം, ഇപ്പോഴദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഉസ്കാ ദുഃഖ്, അവന്റെ ദുഃഖവും നിരാശയും, അസഹായത, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയും, അവർ കഠിനായും കോ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും, ജാനേ ബിന അറിയാതെ, ഇതൊന്നും അറിയാതെ, ജാനിന കഭി പൂരാ നഹി ഹോത്ത, ജാനിന എന്ന വാക്ക് ഒരിക്കലും പൂർണ്ണമാവുകയില്ല എന്നുകൂടിയാണ് പറയുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. കവിത കെ ശില്പ പക്ഷ പർ ലേഖക കെ ക്യാ ക്യാ നിരീക്ഷൺ ഹെ? കവിതയിലെ ശില്പപക്ഷത്തെ കുറിച്ച് ലേഖകന് എന്തെല്ലാം നിരീക്ഷണങ്ങൾ ഉണ്ട്? നോക്കൂ, ലേഖകൻ ആ ശില്പപക്ഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലേഖക കഹത്തെ ഹെ, ലേഖകൻ പറയുന്നു കി എന്തെന്നാൽ, ഇസ് കവിതാമേം, ഈ കവിതയിൽ, ശില്പ കി ബാരീക് കാരിഗരി, ശില്പത്തിന്റെ സൂക്ഷ്മമായ കൊത്തുപണി, ഹം ദേഖ് സക്തേ ഹേ, നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കൂ, ലേഖകൻ കണ്ട ഒരു കാര്യമാണ്. വിനോദ് കുമാർ ശുക്ല എന്ന കവി ആ കവിതയിൽ കൊടുത്തിരിക്കുന്ന ശില്പപക്ഷത്തെ നരേഷ് സക്സേന എന്ന ലേഖകൻ കണ്ടുപിടിച്ച കാര്യമാണ് പറയുന്നത്. അദ്ദേഹം കവിതയിൽ ഒരു ശില്പപക്ഷത്തെ, ശില്പ കി ബാരീക് കാരിഗരി, ഒരു ശില്പത്തിന്റെ സൂക്ഷ്മമായ കൊത്തുപണിയെ പോലെ 2 വാക്കിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജാനിന നഹി ജാനിന, ഇത് ഹം ദേഖ് സക്തേ ഹെ, നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്മേം, അതിൽ, ജാനിന കിസി ലോകഗീത് കി സ്ഥായി കി തര, ജാനിന എന്നത് ഏതുപോലെയാണ് വരുന്നത്? കിസി ലോകഗീത് കി, ഒരു നാടൻ പാട്ടിലെ, സ്ഥായി കി തര, സ്ഥിരമായ വാക്കിനെ പോലെ, റിപ്പീറ്റ് ചെയ്തു വരുന്ന വാക്കിനെ പോലെ, ബാർ ബാർ ആത്താ ഹേ, വീണ്ടും വീണ്ടും ഇത് കടന്നു വരുന്നു എന്നതും ആ ഒരു പ്രയോഗവും അതൊരു ശില്പപക്ഷമായിട്ടാണ് പറയുന്നത്. ഇസ് കവിതാമേം, ഈ കവിതയിൽ, ഗീതാത്മകത, സംഗീതാത്മകത, ട്യൂൺ നൽകാൻ, താളം നൽകാനും കഴിയും എന്നതും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതിൻ്റെ ശില്പപക്ഷം തന്നെയാണ്. ആ ഗീതാത്മകത കാ ബോധ്, അതിന് സംഗീതം പകരാനുള്ള യോഗ്യതയും ബഹുത് മിൽത്താ ഹെ, വളരെയധികം ലഭിക്കുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ ശില്പപക്ഷമായി ലേഖകൻ കണ്ടെത്തുന്നത്. നോക്കൂ, കവിതയിലെ ഒരു ഭാഗം തന്നിട്ട് പറയുകയാണ്, കവിതാ കാ യഹ് അംശ പഠേം ഔർ നിമ്നലിഖിത് പ്രശ്നോ കെ ഉത്തർ ലിഖേം. കവിതയിലെ ഈ അംശഭാഗം വായിച്ചിട്ട് താഴെ എഴുതിയിട്ടുള്ള പ്രശ്നോ കെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था എന്ന കവിതാ വരിയിൽ നിന്നും ഉണ്ടാക്കിയ ചോദ്യം. യഹാം, ഇവിടെ, ഈ പറഞ്ഞ ഭാഗത്ത്, കവി ക്യാ കഹ്നാ ചാത്താ ഹെ, സത്യത്തിൽ കവി എന്താണ് ഇതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്?
ദർദ് ഔർ എഹ്സാസ്, വേദനയും അനുഭൂതിയും, അനുഭവിച്ചറിയൽ. ഈ രണ്ട് ഗുണങ്ങളും ഈ രണ്ട് കാര്യങ്ങളും സബ്കെ ഏക് ജൈസെ ഹോത്തെ ഹെ, എല്ലാവരുടെയും, ഇവിടെ അർത്ഥം വെക്കുമ്പോൾ ശരിക്ക് സബ്കെ ദർദ് ഔർ എഹ്സാസ് ഏക് ജൈസെ ഹോത്തെ ഹെ, എല്ലാവരുടെയും വേദനയും അനുഭവിച്ചറിയലും ഏക് ജൈസെ ഹോത്തെ ഹെ, ഒരുപോലെയാണ്. പണക്കാരൻ്റെതാവട്ടെ പാവപ്പെട്ടവൻ്റെതാവട്ടെ, ദുഃഖം വന്നാൽ എല്ലാവർക്കും ദുഃഖം തന്നെയാണ്, സന്തോഷമുണ്ടായ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. അപ്പൊ അനുഭവിച്ചറിയലും വേദനയും ഒക്കെ എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെയാണ്. ഉസേ സംഛിനെ കേലിയെ, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കിസിക്കോ ആരെയും, കിസിക്കോ ഒരാളെയും വൈയക്തിക രൂപസേ വ്യക്തിപരമായി പേഴ്സണലായി ജാനിനേക്ക് ജറൂറത്ത് നഹി, അറിയേണ്ട ആവശ്യം ഇല്ല. ഏതെങ്കിലും നാട്ടിൽ വെച്ച് ഏതെങ്കിലും ഒരാൾ കരയുന്നത് കാണുമ്പോൾ അയാൾക്ക് എന്തോ വിഷമമുണ്ടെന്നും അയാൾക്കൊരു സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആ കരയുന്നവൻ്റെ പേരോ ജാതിയോ നാടോ അറിയേണ്ടതില്ല. ആ വേദന, അദ്ദേഹത്തിൻ്റെ സങ്കടമാണെന്നും അദ്ദേഹത്തിന് ഹെൽപ്പ് വേണമെന്നും മനസ്സിലാക്കാൻ അറിയാൻ നമുക്ക് സ്വയം സാധിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നോക്കൂ, മറ്റൊരു ചോദ്യം. വ്യക്തിക്കോ ന ജാനിന, വ്യക്തിയെ അറിയില്ല എന്നും ഹതാശാക്കോ ജാനിന, നിരാശയെ അറിയാമെന്നും പറഞ്ഞതിന്റെ മത്ലബ്, ഉദ്ദേശം ക്യാ ഹെ, എന്താണ്? വ്യക്തിക്കോ ന ജാനിന കാ അർത്ഥ ഹെ, ഇവിടെ കോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വ്യക്തിക്കോ ന ജാനിന കാ അർത്ഥ ഹെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാകുന്നു ഉസ്ക നാം, പത, സ്ഥാൻ, ജാതി ആദിക്കോ ന ജാനിന. അതായത് വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ആ വ്യക്തിയുടെ പേര്, അഡ്രസ്, സ്ഥലം, ജാതി, ആദിക മുതലായവയെ ന ജാനിന അറിയില്ല എന്നാണ്. എന്നാൽ ഹതാശാക്കോ ജാനിനാക്ക മത്ലബ്, ഹതാശയെ അറിയാം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഉസ്കെ എഹ്സാസോം, അദ്ദേഹത്തിന്റെ അനുഭൂതി, ഫീലിങ്സുകളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ അനുഭവിച്ചറിയാനുള്ള കഴിവ്, അതുപോലെ ദർദുംക്കോ, അദ്ദേഹത്തിന്റെ വേദനകളെയും ജാനിന അറിയാമെന്നുമാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. യഹാം കവി കാ കോൻസ മനോഭാവ് വ്യക്ത് ഹോത്താ ഹെ, ഈ പറയുന്നതിൽ കവിയുടെ കോൻസ, ഏത് മനോഭാവമാണ്, മനസ്സിന്റെ അല്ലെ മനോഭാവം, മെന്റാലിറ്റിയാണ് വ്യക്തമാകുന്നത്? കവിക്കുള്ള മനോഭാവം. കിസി വ്യക്തിക്ക് എഹ്സാസോം ഔർ ദർദോം കാ, ഈ ദർദാണ് ഇവിടെ വായിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എഹ്സാസോം, അനുഭൂതിയെയും, ദർദോം കാ, അതുപോലെ വേദനയെയും, ജാനിനേക്ക, അറിയാനുള്ള മനോഭാവം, മെന്റാലിറ്റി കവിക്കുണ്ട്. അതുപോലെ ദർദ് ഔർ എഹ്സാസ് സബ്കെ ആദ്യം അർത്ഥം വെക്കുക. സബ്കെ ദർദ് ഔർ എഹ്സാസ്, എല്ലാവരുടെയും വേദനയും അനുഭൂതിയും ഏക് ജൈസെ, ഒരുപോലെ തന്നെ ഹോത്തെ ഹെ ആകുന്നു. ഉസേ എന്നത് നമ്മൾ ഈ കാര്യങ്ങളെ എഹ്സാസിന്റെയും വേദനയുമാണ് ഉദ്ദേശിക്കുന്നത്. ഉസേ, വേദനയും, ഒരാളുടെ വേദനയും അതുപോലെ അനുഭൂതിയും സമച്ചിനേക്കേരിയ മനസ്സിലാക്കാൻ കിസിക്കോ, ആരെയും വൈയക്തിക രൂപസേ, വ്യക്തിപരമായിട്ട് ജാനിനേക്ക് ജറൂറത്ത് നഹി, അറിയേണ്ട ആവശ്യമില്ല എന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കവിതാംശിക ടിപ്പണി, ചെറിയ ആശയം, ഷോർട്ട് നോട്ട്. കവിതയിലെ ടിപ്പണിയാണ്, ചുരുങ്ങിയ ഒരു ഷോർട്ട് നോട്ടാണ് പറയുന്നത്. ഇതിനെ ഈ സമയത്ത് നമുക്ക് മനുഷ്യത്വം എന്ന വിഷയത്തെ പറ്റി വളരെ ഉദാഹരണ സഹിതം നമുക്ക് എഴുതാൻ സാധിക്കും. ചുരുങ്ങിയ രൂപം നോക്കുക. പ്രസ്തുത പങ്ക്തിയാം, പ്രസ്തുത വരികൾ. ശ്രീ വിനോദ് കുമാർ ശുക്ലയ്ക്ക് കവിത, വിനോദ് കുമാർ ശുക്ലജിയുടെ കവിതയാകുന്ന ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ കവിതാസെ, ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതാസെ കവിതയിൽ നിന്നും ലീ ഗയി ഹെ എടുത്തിട്ടുള്ളതാണ്. ഇൻ പങ്ക്തിയോമേം, ഈ വരികളിൽ കവി കിസി വ്യക്തിക്കോ, ഈ വരികളിലൂടെ കവി പറയുന്നു കിസി വ്യക്തിക്കോ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, ജാനിനേക്ക ഹമാര ജോ റൂട്ടി ഹോത്താ ഹെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയാൻ വേണ്ടി ഹമാര ജോ റൂട്ടി ഹോത്താ ഹെ, നമുക്കൊരു പാരമ്പര്യമായ രീതി ഉണ്ടായിരുന്നല്ലോ, വഹ് തോട് ദേത്തെ ഹെ, ആ രീതിയെ, ആ രൂപത്തെ തന്നെ തോട് ദേത്തെ ഹെ, തകർത്ത് കളയുന്നു. നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു വ്യക്തിയെ അറിയാൻ വേണ്ടി കണ്ടിരുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെ കവി പൊട്ടിച്ചെറിയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു കിസി വ്യക്തിക്കോ, ഒരു വ്യക്തിയെ, ഉൻകെ നാം, അദ്ദേഹത്തിന്റെ പേര്, ജാതി, അതുപോലെ പത, അഡ്രസ്, ഉംർ, വയസ്സ് എന്നിവ കൊണ്ട് ജാനിനാനഹി, അറിയേണ്ടതില്ല. ഉൻകെ എഹ്സാസോം, അദ്ദേഹത്തിന്റെ അനുഭൂതിയെക്കുറിച്ചും അനുഭൂതി കൊണ്ടും, ദർദോം സേ, അദ്ദേഹത്തിന്റെ വേദന കൊണ്ടുമാണ് ജാനിനാഹെ, ശരിക്കും ഒരു വ്യക്തിയെ അറിയേണ്ടത്. ദർദ് ഔർ എഹ്സാസ് സബ്കെ ഏക് ജൈസെ ഹോത്തെ ഹെ, എല്ലാവരുടെയും വേദനയും എഹ്സാസ്, അനുഭൂതിയും ഏക് ജൈസെ ഹോത്തെ ഹെ, ഒരുപോലെ തന്നെയാകുന്നു. ഉസേ സമച്ഛനെ,
അത് മനസ്സിലാക്കാൻ, ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വൈയക്തിക രൂപസേ ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് ജാനിനേക്ക് ജറൂറത്ത് നഹി അറിയേണ്ട ആവശ്യമില്ല. ഉൻകി മദത് കർണേക്ക് ലിയേ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ദർദ് ഔർ എഹ്സാസ് സമജ്നാ ഹി കാഫി ഹേ വേദനയും അനുഭൂതിയും മനസ്സിലാക്കുക തന്നെയാണ് കാഫി ഹേ ധാരാളമായി വേണ്ടത്. അക്കാര്യം അറിയലാണ് അദ്ദേഹത്തെ സഹായിക്കാൻ. ഒരു പേരോ ജാതിയോ അഡ്രസ്സോ അറിയുന്നത് കൊണ്ടൊരു പക്ഷേ സഹായിക്കാൻ തോന്നി എന്ന് വരില്ല. പക്ഷേ ഒരാളുടെ വേദനയും അനുഭൂതിയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള സാഹചര്യവുമൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മിലുണ്ടാകുമെന്നാണ് ലേഖകൻ പറയുന്നത്. നോക്കൂ, നരേഷ് സക്സേനയ്ക്ക് മത്സമേം, നരേഷ് സക്സേനയുടെ അഭിപ്രായത്തിൽ ജാനിനെ പെഹ്ചാനിനേക്ക് ഹമാരി റൂഢി ക്യാ ഹെ, അറിയാനും തിരിച്ചറിയാനുമുള്ള നമ്മുടെ പരമ്പരാഗതമായ ആ രീതി എന്താണ്? ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പല രൂപത്തിൽ ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ജാനെ പെഹ്ചാനിക്ക് റൂഢി എന്ന് പറയുന്നത് വ്യക്തിക്ക് നാം, പത, ഉമ്ര, ഒഹദ, ജാതി, ഹി ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരാളെ പരമ്പരാഗതമായ രൂപത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത്. പേര്, പദ, അഡ്രസ്സ്, ഉമ്ര, വയസ്സ്, ഒഹദ, പദവി, ജാതി. കിസിക്കോ ജാനിനെ പെഹ്ചാനേക്ക് ഹമാരി റൂട്ടി ഹെ, ഇതാണ് ഏതെങ്കിലും ഒരാളെ അറിയാനും തിരിച്ചറിയാനുമുള്ള നമ്മുടെ പാരമ്പര്യമായ രൂപം. ഇവിടെ ജാനിന എന്നതിൻ്റെ പഴയ അർത്ഥവും പുതിയ അർത്ഥവും ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം തന്നിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം കൃത്യമായി നോക്കി മനസ്സിലാക്കുക. വ്യക്തിയുടെ പേര്, ജാതി, വയസ്സ്, അതുപോലെ പദവി, ഇതെല്ലാമായിരുന്നു ജാനിന എന്നതിൻ്റെ പഴയ അർത്ഥങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്ന അതൊക്കെയാണ്. എന്നാൽ പുതിയത് ജാനിന എന്നതുകൊണ്ട് അടിസ്ഥാനമാക്കുന്നത് വ്യക്തിയുടെ നിരാശ, അതുപോലെ നിസ്സഹായാവസ്ഥ, ബുദ്ധിമുട്ട് മുതലായവ ആകുന്നു. कविता पर टिप्पणी लिखते समय किन किन बातों पर ध्यान देना है? കവിതയിൽ ടിപ്പണി എഴുതുന്ന സമയത്ത് കിൻ കിൻ എന്തെല്ലാം ബാത്തോം പർ കാര്യങ്ങളിലാണ് ധ്യാൻ ദേനാ ഹെ ശ്രദ്ധിക്കേണ്ടത്? നരേഷ് സക്സേനാക്കി ടിപ്പണിക്ക് ആധാർ പർ, നരേഷ് സക്സേനയുടെ ടിപ്പണിയെ ആധാരമാക്കി ബേസാക്കി ആകലൻ സൂചി തയ്യാർ കരേ, വാല്യൂ പോയിന്റ്സ് തയ്യാറാക്കുക. ശീർഷകം, ഹെഡിങ് ടിപ്പണിക്ക് ആദ്യം തന്നെ നൽകണം. ആദ്യത്തെ പാരഗ്രാഫിൽ കവി കാ പരിചയ ദിയാ ഹെ, കവിയെക്കുറിച്ച് ചെറിയ ഒരു പരിചയം നൽകണം. കവി പരിചയം. കവിത കാ ആശയ് സംക്ഷിപ്ത രൂപസെ പ്രസ്തുത് കിയാ ഹെ, നമ്മുടെ ടിപ്പണിയിൽ കവിതയിലെ ആശയം അത് സംക്ഷിപ്തമായ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ പ്രസ്തുത് കിയാ ഹെ, പ്രസന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ കവിത കാ സന്ദേശ് ലിഖാ ഹെ, കവിത നൽകുന്ന മെസ്സേജിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കവിത കെ ശില്പ പക്ഷ കാ വിശ്ലേഷൺ കിയാ ഹെ, കവിതയുടെ സ്പെഷ്യാലിറ്റീസ്, മറ്റുള്ള കവിതകളെ അപേക്ഷിച്ച് ഈ കവിതക്കുള്ള പ്രത്യേകതകൾ അതും എഴുതിയിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാല്യൂ പോയിന്റ്സ്. ഇവിടെ പറഞ്ഞ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ധന്യവാദ്.